بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ يكن لا حول ولا قوة إلا بالله. أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قال النبي صلى الله عليه وسلم من أحب لسنتي فقد أحبني ومن أحبني كان معي في الجنة. تأسر الرسول وأنت تظهر حبه هذا لعمري في القياس بديع. لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് കഴിവിൻപടി സൂക്ഷ്മതയുള്ളവരായി മുഅ്മിനീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബീഉൽ അവ്വൽ മാസം സമാഗതമായിരിക്കുകയാണ്. കേരളത്തിലുടനീളം എന്ന് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ മാസം വളരെ ഹുർമത്തുള്ള മാസമായി കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ധാരാളം അനാചാരങ്ങളും അബദ്ധമായ ധാരാളം വിശ്വാസങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നു. ലോകത്തുടനീളമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കളിൽ സലഫികളായ ആളുകൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് ഈ മാസങ്ങളിൽ നടമാടുന്ന, അല്ലെങ്കിൽ പ്രത്യേകമായി റബീഉൽ അവ്വൽ 12-ന് അനുഷ്ഠിക്കുന്ന ജന്മദിനാഘോഷം ശക്തമായ ബിദ്അത്താണ് എന്നും അത് അന്യമതസ്ഥരിൽ നിന്ന് കടന്നുകൂടിയിട്ടുള്ള ഒരു അനാചാരമാണ് എന്നും അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയിൽ നിന്ന് ആഭാഗച്ചൂടം പിഴച്ചുപോയ ശിയാക്കളിലൂടെ കടന്നു വന്ന
ഒരു പിഴച്ച നിലപാടാണ് എന്നും ശക്തമായി വാദിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ റബീഉൽ അവ്വൽ മാസം സമാഗതമാകുമ്പോൾ അങ്ങാടികളിലും സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ പരിശുദ്ധമായ അള്ളാഹുവിന്റെ പള്ളി മിമ്പറുകളിലും മുജാഹിദുകൾ അല്ലെങ്കിൽ സലഫികൾ ഈ വിഷയത്തിന്റെ പ്രാമാണികമായ വശങ്ങൾ വ്യക്തമാക്കി കൊടുക്കും. അതിന്റെ ഭാഗമായി ഇൻഷാ അല്ലാഹ് ഇന്നും ഈ മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന മറ്റു 2 വെള്ളിയാഴ്ചകളിലൂടെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മദ്ഹുർ റസൂൽ, ഹബ്ബുർ റസൂൽ, ഇഷ്കേ റസൂൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടമാടുന്ന ഈ പേക്കൂത്തുകൾ യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചതാണോ അല്ലേ എന്നുള്ള കാര്യവും വ്യക്തമാക്കി കൊടുക്കും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് ഏറെ ഓർക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മാസത്തിലെ 3-ാമത്തെ വെള്ളിയാഴ്ച അത് വിശദീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കണോ വേണ്ടേ എന്ന കാര്യത്തിൽ ഒരിക്കലും തന്നെ ഇവിടെയുള്ള സലഫികൾക്കോ മറ്റുള്ള മതസംഘടനകൾക്കോ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം നമ്മൾ ഏകസ്വരത്തിൽ പറയുന്നു, അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു. അത് ജീവിതത്തിലുടനീളം അനുഷ്ഠിച്ചുകൊണ്ട് തെളിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാറ്റിനേക്കാളും നാം സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബിനെയാണ്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്നേഹിക്കാനുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മളോട് ആ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ കാന ആബാഉകും وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. الله سبحانه وتعالى മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അവൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന 8 സംരംഭങ്ങൾ അല്ലാഹു തആല എണ്ണി പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. പറഞ്ഞു കൊടുക്കും, മുഹമ്മദ് നബിയെ, നിങ്ങൾ നിങ്ങളുടെ വാപ്പയെയും ഉമ്മയെയും അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളുടെ സഹോദര സഹോദരിമാരെയും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിനെയും നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ കച്ചവടത്തെയുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും ആ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ നിങ്ങൾക്ക് പ്രിയങ്കരം ഈ പറഞ്ഞ 8 കാര്യങ്ങളാണോ എങ്കിൽ നിങ്ങൾ അല്ലാഹുവിന്റെ അദാബ് നിങ്ങളുടെ മൂർത്താവിൽ വന്നു വീഴുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അങ്ങനെയുള്ള ആളുകൾ ഹിദായത്ത് ലഭിക്കാത്ത അധർമ്മകാരികളാണ്. അപ്പൊ അള്ളാഹിനെക്കാളും അള്ളാഹുവിന്റെ റസൂലിനെക്കാളും പരിശുദ്ധമായ ഇസ്ലാം ദീനിലെ ജിഹാദിനെക്കാളും സഹോദരങ്ങളെ, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, കച്ചവടം, വീട്, ഭാര്യ, സന്താനങ്ങൾ, നമ്മുടെ ശരീരം, ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഫാസിഖീങ്ങളാണെന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടു കൂടി തന്നെ സ്വഹാബികളോട് പഠിപ്പിച്ചു കൊടുത്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
എന്ത് ലാ യുഅ്മിനു അഹദുക്കും അത്താ അകൂന അഹബ്ബ ഇലയ്യ മിൻ വാലിദിഹി വവലദിഹി മിൻ മാലിഹി വന്നാസി അജ്മഈൻ. ഞാൻ നിങ്ങൾ ആരും തന്നെ മുഅ്മിനാവുകയില്ല ഏതുവരെ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, നിങ്ങളുടെ സ്വശരീരങ്ങളെക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനാകുന്നത് വരെ. അപ്പൊ ഈ ഹദീസ്, ഈ ഖുർആനിൽ പറയുന്ന ഈ ആയത്തുകൾ, ഇത് ജീവിതത്തിൽ പഠിക്കുന്ന, പകർത്തുന്ന, അത് പ്രബോധനം ചെയ്യുന്ന സലഫികൾക്ക് രണ്ടൊരഭിപ്രായമില്ല. ഹബീബിനെ ജീവതുല്യം സ്നേഹിക്കണം. പക്ഷെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്? എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ആ സ്നേഹപ്രകടനത്തിന്റെ രീതി എങ്ങനെയാണ്? അത് പിൽക്കാലത്ത് ദീനിലേക്ക് കടന്നു വന്ന അനാചാരങ്ങളിലൂടെയാണോ? അല്ല, പ്രമാണം അള്ളാഹു, റസൂൽ, സ്വഹാബത്ത് അത് കൃത്യമായി നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചതുപോലെയാണോ? അതാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്, പഠിക്കേണ്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് വ്യക്തമായി പറഞ്ഞു തരികയാണ്. ഞാൻ ആമുഖത്തിൽ ഈ വിഷയത്തിലേക്ക് വേണ്ടി ഓതി വെച്ച ആയത്തെ അതാണ്. അല്ലാഹു തആല പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹു തആല പറയാണ്, ഖുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ, നിങ്ങൾ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ ഫത്തബിഊനി, അവരോട് പറഞ്ഞു കൊടുക്കൂ. അല്ലാഹുവിനെ ഇഷ്ടമുള്ള ഓരോ വിശ്വാസിയുടെയും ബാധ്യത എന്താണ്? ഫത്തബിഊനി, എന്നെ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ അവർ പിൻപറ്റട്ടെ, അതിനെ ഫോളോ ചെയ്യട്ടെ. എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, നിശ്ചയം അല്ലാഹു തആല അവരെ സ്നേഹിക്കുന്നതാണ്. അപ്പൊ അല്ലാഹുവിനെയാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ, ആ റബ്ബിനോടുള്ള ഇഷ്ടം നമുക്ക് അതികഠിനമാണെങ്കിൽ, അതിന്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയെ സ്വീകരിക്കലാണ്. അങ്ങനെ അല്ലാഹു തആലയെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അവനെ അല്ലാഹു തിരിച്ചു സ്നേഹിക്കുന്നതാണ്. മാത്രമല്ല യഗ്ഫിറു ലക്കും ദുനൂബക്കും, അവന്റെ പാപങ്ങളെ ഒക്കെ അല്ലാഹു തആല അവനെ പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ പാപ സുരക്ഷിതനായി റബ്ബിന്റെ തൃപ്തി തേടി സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ. അവരോട് അല്ലാഹു തആല പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ ഒറ്റമൂലി എന്താണ്? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്നേഹം അക്ഷരാർത്ഥത്തിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ചര്യയെ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകത്തിലുള്ളത്. ഹസനായി വന്ന റിപ്പോർട്ടിൽ കാണാം, ഹബീബ് പറഞ്ഞു, ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്തിന് ശേഷം പറഞ്ഞ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്ന ഹസനായ റിവായത്താണ്, മൻ അഹബ്ബനി സുന്നതി, ആരാണോ എന്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നത്, വഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ, അവിടുത്തെ കൃത്യമായ ജീവിത നടപടികളെ, ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഓരോ വാക്കുകളും പ്രവൃത്തികളും മൗനാനുവാദങ്ങളും ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ച മാർഗമുണ്ടല്ലോ. ആ മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് അവനാണ് ഫഖദ് അഹബ്ബനി, എന്നെ സ്നേഹിച്ചവർ. വമൻ അഹബ്ബനി, അങ്ങനെ എന്റെ ചര്യകളെ പിൻപറ്റിക്കൊണ്ട് എന്നെ ജീവതുല്യം സ്നേഹിച്ചാലോ, കാന മഈ ഫിൽ ജന്ന, അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. അപ്പൊ അല്ലാഹു തആലയുടെ തൃപ്തി നേടി സ്വർഗത്തിൽ പോകാൻ അല്ലാഹു പറഞ്ഞതും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിൻപറ്റുക എന്നുള്ളതാണ്. ഈ സുന്നത്തുകൾ പരിശോധിക്കുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ എവിടെയും റബീഉൽ അവ്വൽ മാസം ലൈലത്തുൽ ഖദ്ർ പോലെ, പരിശുദ്ധ റമദാൻ പോലെ, അല്ലെങ്കിൽ അല്ലാഹു ഖുർആനിൽ 4 മാസം പവിത്രമാണെന്ന് സൂറത്ത് തൗബയുടെ 9-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞതുപോലെ എവിടെയും റബീഉൽ അവ്വൽ മാസം പവിത്രമാണെന്നോ, ആ മാസത്തെ നിങ്ങൾ പ്രത്യേകമായി കൊണ്ട് തന്നെ ആദരിക്കണമെന്നോ,
ആ ആദരവിന്റെ ഭാഗമായി കൊണ്ട് ഇങ്ങനെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം നിങ്ങൾ ആഘോഷിക്കണമെന്നോ എവിടെയും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അത് റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഗ്രന്ഥങ്ങളാണ് സ്വഹീഹ് ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, ഇബ്നു മാജ, തിർമിദി, നസായി എന്നറിയപ്പെടുന്ന പിന്നെ ഈ സിഹാഉ സിത്ത എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കുതുബു സിത്ത എന്നറിയപ്പെടുന്ന ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങൾ. അതല്ലാത്ത ഹദീസ് ഗ്രന്ഥങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഹദീസ് ഗ്രന്ഥങ്ങളിൽ അനവധി അധ്യായങ്ങൾ കാണാൻ കഴിയും. ബാബു ഫദ്ലുൽ സ്വലാത്ത്, നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത. ബാബു ഫദ്ലുൽ സിയാം, നോമ്പിന്റെ ശ്രേഷ്ഠത. ബാബു ഫദ്ലുൽ ഈദ്, അൽ ഫിത്ർ വൽ പിന്നെ അദ്ഹ, ബലിപെരുന്നാളിന്റെയും ചെറുപെരുന്നാളിന്റെയും ശ്രേഷ്ഠത. ഇതിനൊക്കെ പാലിക്കേണ്ട മര്യാദകൾ, ഇതൊക്കെ കൃത്യമായി നാം സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്താണെന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. എന്താ കാരണം? അതൊക്കെ പ്രധാനപ്പെട്ടതാണ്, പുണ്യകർമ്മമാണ്, അത് സ്വീകരിക്കപ്പെടേണ്ടതാണ്. പ്രമാണം പറയാതെ പോകൂല. എങ്കിൽ മുഅ്മിനീങ്ങളെ, ഇത് ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠകരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷമെന്നും 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്നും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ ഇബ്ലീസിന്റെ അനുയായികളാണ് എന്നുമൊക്കെ വായതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പണ്ഡിത വേഷധാരികൾ, അവരെ പിൻപറ്റുന്ന അനുയായികൾ നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഈ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിന്റെ കർമ്മങ്ങളുടെ ഫളായികൾ പറയുന്ന അനവധി അധ്യായങ്ങൾ കാണാൻ കഴിയും. എവിടെയെങ്കിലും ബാബു ഫദ്ൽ റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിന്റെ ശ്രേഷ്ഠത പറയുന്ന അധ്യായം എന്ന് പറഞ്ഞ ഒരു അധ്യായം നമുക്ക് കാണിക്കാൻ പറ്റുമോ? പ്രമാണങ്ങൾ അവിടെ നിൽക്കട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്ന മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽപ്പെട്ട ഇമാമുന ശാഫഈ റഹ്മത്തുള്ളാഹി അലൈഹി അംഗീകരിക്കാത്തവരല്ലല്ലോ കേരളീയർ. ആ ഷാഫി ഇമാമിന് അനവധി ഗ്രന്ഥമുണ്ട്. എവിടെയെങ്കിലും റബീഉൽ അവ്വൽ ആഘോഷത്തിന്റെ പ്രാധാന്യം പറയുന്ന, റബീഉൽ അവ്വൽ ആഘോഷം, ജന്മദിനാഘോഷം കൊണ്ടാടണം, അത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അന്നവാചകം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഖുർആൻ കൊണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ പകർത്തിയ ഹദീസ് ഗ്രന്ഥങ്ങൾ കൊണ്ടോ ഇമാമിങ്ങളുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടോ അത് തെളിയിക്കില്ല. ഇനി 4 ഖലീഫമാർ ഇസ്ലാമിക ലോകത്ത് ഏറെ പ്രധാനികളാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 കൊല്ലം ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഭരണം തിരിച്ചിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10 വർഷം ഖിലാഫത്ത് തിരിച്ചിട്ടുണ്ട്. മഹാനായ ദിന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു 12.5 കൊല്ലം ഖലീഫയായിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് 5 കൊല്ലം ഖലീഫയായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ 32 കൊല്ലം 4 ഖലീഫമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം ഇസ്ലാമിക ഖിലാഫത്തിന്റെ അധികാര പദവിയിൽ ഇരുന്നവരാണ്. നമുക്കറിയാം, നമ്മളെക്കാൾ കൂടുതൽ അല്ലാഹു തആലയെ, റസൂലിനെ, ദീനിനെ സ്നേഹിച്ചവരാണെന്ന് മാത്രമല്ല, അത് ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ കാണിച്ചു കൊടുത്തവരാണ് അവര്. സ്വന്തം ശരീരത്തിലേക്ക് വാളുകളും കുന്തങ്ങളും അമ്പുകളും ഏറ്റുവാങ്ങിക്കൊണ്ട് ഹബീബിന് വേണ്ടി, ദീനിന് വേണ്ടി സ്നേഹപ്രകടനം നടത്തിയവരാണ് അവർ. അവർക്ക് തിരിയാത്തൊരു സ്നേഹം, അവർ മനസ്സിലാക്കാത്ത ഒരു സ്നേഹം, അതെന്തിനാ മുഅ്മിനീങ്ങളെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ? ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മാ തറക്തു മിൻ ഷൈഇൻ യുഖർരിബുകും അൽ ജന്നതി ഇല്ലാ ഖദ് ഹദ്ദസകും ബിഹി വമാ മിൻ ഷൈഇൻ യുബ്ഇദുകും അനിൻ നാരി ഇല്ലാ ഖദ് ഹദ്ദസകും ബിഹി. സഹാബത്തിനോട് പറയുന്നു, സഹാബത്തെ, നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നതും നിങ്ങളെ നരകത്തിൽ അകറ്റുന്നതുമായ എല്ലാ കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. എങ്കിൽ മുഅ്മിനീങ്ങളെ, ആ സഹാബികൾ അവിടുത്തെ ജീവിതത്തിന്റെ ചര്യകളെ പകർത്തിയെടുത്തവരാണ്. മുത്തബിഉസ് സുന്ന എന്ന സ്ഥാനപ്പേര് ലഭിച്ച മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കിടയിൽ എവിടെയെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ വിശ്രമിച്ചതുണ്ടെങ്കിൽ, അവിടെ അപ്പുറത്തൊരു മറക്കിരുന്നു കൊണ്ട് മൂത്രമൊഴിച്ചതുണ്ടെങ്കിൽ, ആ യാത്രക്കിടയിൽ അതേ സ്ഥലത്ത് പോയി ആ മരത്തിന്റെ ചോട്ടിൽ നിൽക്കും, അപ്പുറത്ത് പോയി മൂത്രമൊഴിക്കും. അങ്ങനെ തിരിച്ചു പോരുമ്പോ മറ്റുള്ള കൂട്ടുകാരോട് ചോദിക്കും, നിങ്ങൾ എന്താ ഇങ്ങനെ പോണ യാത്രക്കിടയിൽ ഞാൻ അവിടെ നിന്നത്, ഞാൻ അവിടെ നിന്ന് മൂത്രമൊഴിച്ചത് എന്താ എന്നോട് ചോദിക്കാത്തത്? അപ്പൊ അവർ ചോദിക്കും, എന്താ നിങ്ങൾ ചെയ്തത്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ അവിടെ പോയി ചെയ്യൽ ഒരു ഫർള് ഐന അല്ലെങ്കിൽ ഒരു സുന്നത്തായ നിർബന്ധമായ കാര്യമൊന്നുമല്ല.
അത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ ശരീരത്തിൽ എത്ര താടിയിലും തലയിലുമായി എത്ര രോമങ്ങൾ നരച്ചു എന്ന് പോലും സ്വഹാബത്ത് എണ്ണിയെടുത്തിട്ടുണ്ട്. ആ രൂപത്തിൽ അള്ളാഹിന്റെ ഹബീബിനെ ജീവതുല്യം സ്നേഹിച്ച് കാണിച്ചു കൊടുത്ത അള്ളാഹ് തൃപ്തിപ്പെട്ടവരാണവരെങ്കിൽ അവര് 32 കൊല്ലം അവരിൽപ്പെട്ട 4 ഖലീഫമാര് ഭരണം നടത്തിയിട്ട് എന്തുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അവരാരെങ്കിലും ഇന്ന് റബീഉൽ അവ്വൽ മാസമാണ്, ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ്, 12 അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് നമുക്കൊന്ന് മദ്ഹ് പറയേണ്ടതുണ്ട്, നമുക്കൊന്ന് ഒരു പ്രകടനം നടത്തേണ്ടതുണ്ട്, നമുക്കൊന്ന് ഭക്ഷണം കഴിച്ച് പിരിയേണ്ടതുണ്ട്, നമുക്ക് അവിടുത്തെ സ്വലാത്തുകളൊന്ന് ഈ ദിവസത്തിൽ പ്രത്യേകം ചൊല്ലേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു സൽക്രമം പ്രിയമുള്ളവരെ ഹബീബ് ചെയ്തതോ ഹബീബിന്റെ ശേഷം സ്വഹാബത്ത് ചെയ്തതോ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് മീലാദ് മീറ്റും മീലാദ് ഫെസ്റ്റും 15, 20, 30 ചെമ്പ് ബിരിയാണിയും ഒക്കെ നടത്താം, ഊർസലാടിയും റോഡ് ബ്ലോക്ക് ചെയ്യുന്ന പരിപാടിയും ഒക്കെ നടത്താം തെളിവായി. പക്ഷേ ഈ മഹാന്മാരായ അഹ്ലുസുന്നയുടെ സാരഥികളുടെ ജീവിതത്തിൽ അതില്ലെങ്കിൽ അവര് പോയ വഴിയിലൂടെ പോകണമെന്നും അവര് പിൻപറ്റിയ മാർഗത്തെ പിൻപറ്റണമെന്നും അതാണ് ഹിദായത്തിന്റെ വഴിയെന്നും അതിനപ്പുറത്ത് പോയാൽ നിങ്ങൾ നരകത്തിലെത്തുമെന്നും അല്ലാഹുവും റസൂലും കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിയാത്ത ഒരു സ്നേഹം നമുക്ക് വേണമോ? അവർ പഠിക്കാത്തൊരു പുണ്യകർമ്മം നമുക്ക് ആവശ്യമുണ്ട്? ഇല്ല. അങ്ങനെ ദീനിലേക്ക് പിൽക്കാലത്ത് കൊണ്ടുവരുന്ന നല്ലതാണെന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ബിദ്അത്ത്. ബിദ്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിദ്അത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണ്? അത് ഏറ്റവും വലിയ നാശകരമായ സംഗതിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. മൻ അമില അമലൻ, ഒരാൾ ഒരു അമൽ ചെയ്യുകയാ, ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പന അതിന്മേലില്ല എന്ന് പറഞ്ഞാൽ ഒരു പുണ്യകർമ്മമാണെന്ന് പറഞ്ഞ് ഒരാൾ കൊണ്ടുവരുന്ന കാര്യം അത് ശറഇൽ ദീനിൽ വളരെയധികം പ്രധാനമുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നിർബന്ധമായി ചെയ്യുമ്പോൾ അതിനൊന്നുകിൽ അല്ലാഹു തആലയുടെ കയ്യൊപ്പ് വേണം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലോ ഫിഅലോ തഖ്രീറോ ഹമ്മോ വേണം. ഇനി അതില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ഫഹ്മ് വേണം. ഇതൊന്നുമില്ല എങ്കിൽ ദീനിൽ ഒരു കാര്യം ഒരാള് പ്രത്യേകം എണ്ണം നിശ്ചയിച്ച് വണ്ണം നിശ്ചയിച്ച് കൂലി വാഗ്ദാനം ചെയ്തുകൊണ്ട് കൊണ്ടുവന്നാൽ അതിന്റെ പേരാണ് ബിദ്അത്ത്. ബിദ്അത്ത് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് തിരിഞ്ഞിട്ടില്ല. ബിദ്അത്ത് ചെയ്യാൻ പാടില്ല, ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോ അന്ധമായി ഈ പണ്ഡിതന്മാരെ സ്വീകരിച്ച് അവർ പറയുന്ന ഈ കെട്ടുകഥകളും കാലകീലകളും ഒക്കെ വിശ്വസിക്കുന്ന സമുദായത്തിന്റെ വിശ്വാസം എന്തായാലും ഈ സലഫികള് എന്തോ ഒരു പുണ്യകർമ്മമാണ് ബിദ്അത്ത്, അത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കണം എന്നാണ് ഈ പറയുന്നത് എന്നാ ആൾക്കാരെ വിചാരം. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടുള്ള കാര്യം എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായ കാര്യമാണ് ബിദ്അത്ത്. ബിദ്അത്ത് വലാലത്താണ്, അത് നരകത്തിലേക്കുള്ള വഴിയാണ്. അത് എങ്ങനെ കടന്നു വരിക? അത് കത്തിക്കുത്തും കൊലപാതകമൊക്കെ നമുക്ക് വേഗം മനസ്സിലാവും. കത്തിക്കുത്ത് കൊലപാതകം മോശം എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണെന്ന് വേഗം മനസ്സിലാവും. പക്ഷെ ബിദ്അത്ത് തെറ്റാണെന്ന് മനസ്സിലാവും. കാരണം ദിക്റിന്റെ കോലത്തിലും ദുആന്റെ കോലത്തിലും മദ്ഹിന്റെ കോലത്തിലും ഒക്കെ വരികയത് നല്ലതാണെന്ന് തോന്നും, പ്രത്യക്ഷത്തിൽ കണ്ട തിരക്കേടില്ലല്ലോ എന്ന് തോന്നും. പക്ഷെ അഡ്രസ് ഉണ്ടാവൂല. അഡ്രസ് ഇല്ലാതെ അമൽ ചെയ്ത് അള്ളാഹ് സ്വീകരിക്കോ? ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി കൊണ്ട് തന്നെ നമ്മോട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം, വലാ തുബ്തുലൂ അഅമാലക്കും, നിങ്ങൾ അമലുകൾ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. അപ്പൊ എങ്ങനെ അമൽ ബാത്തിലാകുക? അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിന് പകരം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കാത്തത്, സ്വഹാബത്ത് കാണാത്തത്, എന്തിനേറെ ഇമാമിങ്ങൾ പോലും പഠിപ്പിച്ചിട്ടില്ലാത്തത് പിൽക്കാലത്ത് ദീനാണെന്നും പറഞ്ഞ് കൊണ്ടുവരുമ്പോ എങ്ങനെ മുഅ്മിനീങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ബിദ്അത്തിന് ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ഉടനെ കുറച്ചു ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് മദീനയുടെ അപ്പുറത്തുള്ള, നമുക്കറിയാം, കൂഫ പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. ആ മസ്ജിദുൽ കൂഫയിലതാ ഒരാളുടെ കീഴിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ഹലക്കയായിരിക്കുന്നു. എന്താ ഹലക്കാന്ന് പറഞ്ഞാൽ? ഹലക്കാന ദിക്ർ ഹൽക്കാന്ന് കേട്ടിട്ടില്ലേ? ആളുകൾ ഒരു നേതാവുണ്ടാവും, അതിനെ ചുറ്റും കുറെ ആൾക്കാർ ഇരിക്കും.
അങ്ങനെ ഇരുന്നിട്ട് ആ നേതാവിന്റെ കയ്യിൽ 100 കല്ലുണ്ട്. നമ്മളെ ഈ മഞ്ചാടിക്കുരു പോലെ ഉരുളൻ കല്ലുകൾ. ആ 100 കല്ലുകൾ എടുത്തിട്ട് അയാള് ഒരു കല്ലെടുത്തിട്ട് പറയാണെന്ത്, നിങ്ങളെല്ലാവരും അല്ലാഹു അക്ബർ ചൊല്ലൂ. അപ്പൊ എല്ലാവരും അല്ലാഹു അക്ബർ ചൊല്ലൂ 100 വട്ടം. അപ്പൊ ഓരോ കല്ല് അങ്ങനെ എടുത്തേക്കും. 100 കഴിഞ്ഞാൽ ഹല്ലിലൂ മിആ ഇങ്ങോട്ട് എടുത്തേക്കും. പിന്നെയോ സബ്ബിഹൂ മിആ. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ഹദീസിൽ വന്നതാ ദിക്റായി ചെല്ലാൻ. 100 വരെ ചെല്ലാനുണ്ട്. പക്ഷേ ഇതൊരു സമയം നിശ്ചയിച്ച് ആ പള്ളിയിൽ ഒരുമിച്ച് കൂടി ഒരാളുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ഒരു ഹിലക്കയായി ചെയ്തപ്പോൾ ഇത് മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു കണ്ടു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇത്ര കാലം ഹബീബിന്റെ കൂടെ ജീവിച്ചിട്ട് ഇങ്ങനെ സമ്പ്രദായം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് സംശയം, ഇതെന്താണ്, നല്ലതാണോ ചീത്തയാണോ, ഇതിന് എന്താ ചെയ്യാ എന്നുള്ള നിലക്ക് അവിടെ ഇങ്ങനെ തലയിട്ട് നോക്കി. ഹദീസിൽ കാണാം, ഹസറായി കാണാം, ഹദീസല്ല സ്വഹാബത്തിന്റെ ഹസറാണ്. റഅയ്തു ഫിൽ മസ്ജിദി ഖൗമൻ ഹിൽകൻ ജുലൂസ ഫീ കുല്ലി ഹിൽകത്തിൻ റജുൽ വഫീ ഐദീഹിം ഹസാ. ഒരാളെ കയ്യിൽ കല്ലുണ്ട്. അങ്ങനെ അയാള് ഫയഖൂലു കബ്ബിറു മിഅ വസബ്ബിഹു മിഅ വഹല്ലിലു മിഅ എന്നിങ്ങനെ പറയുന്നു. ഈ സമയത്ത് അല്ലദീ അറാകും തുസ്നഊൻ. അബൂ മൂസൽ അശ്അരി ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇവിടെ ഒരുമിച്ച് കൂടി ചെയ്യുന്നത്? അവര് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഹസാ നഅദ്ദു ബിഹി ദാകിറ, ഞങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വിചാരിച്ചു അല്ലാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം എതിർക്കാതെ പോയി. പക്ഷെ അദ്ദേഹത്തിന് സംശയമുണ്ടായപ്പോൾ അദ്ദേഹം നേരെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന പണ്ഡിതന്റെ അടുത്തേക്ക് ചെന്നു. സഹാബികൾ കിബാറുൽ ഉലമയാണ്, വലിയ പണ്ഡിതനാണ്. അങ്ങനെ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, പള്ളിയിൽ ഇങ്ങനെ ഇതുവരെ കാണാത്തൊരു ഏർപ്പാടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെന്ന് കുപ്പായം പോലും ഇടാൻ മറന്നു, ഒരു കൈ പോലും ഇടാൻ മറന്നു. അത്ര ധൃതിയിൽ ഓടി വരികയാണ്. ഓടി വന്നിട്ട് ആ മജ്ലിസിലേക്ക് അങ്ങോട്ട് നോക്കുമ്പോ അവിടെ ഏതാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഈ ഏർപ്പാട് നടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം അവിടെയുള്ള കല്ലുകൾ അങ്ങോട്ട് തട്ടിയിട്ട് അവരോട് പറയുന്നു, വൈഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ് മാ അസ്റഅലതകും ഹൗലായി സാഹിബത്തു നബിയിക്കും മുതവാഫിറൂൻ വഹാദാ ആലിയത്തുൻ ലൻ തബലു വആലിയതുഹു ലൻ തക്സറു വല്ലദീ നഫ്സു മുഹമ്മദുൻ ബിയദിഹി ഇന്നകും ലഅല്ലാ മില്ലതി അഹ്ദു മില്ലതി മുഹമ്മദുൻ മുഫത്തിഹൂന ബിസ്സലാം. അദ്ദേഹം പറയാണ്, വയ്യഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ്, മുഹമ്മദിന്റെ ഉമ്മത്തെ നിങ്ങൾക്ക് നാശം. നിങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് അവിടുത്തെ സ്വഹാബത്ത് ഇവിടുന്ന് ഫുള്ള് വഫാത്തായി തീർന്നിട്ടില്ല. ഇഷ്ടംപോലെ സ്വഹാബികൾ ബാക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വസ്ത്രം പോലും നുരുമ്പി തീർന്നിട്ടില്ല, ഇനിയും ആ വസ്ത്രം ബാക്കിയുണ്ട്. അവിടെ ഉപയോഗിച്ച പാത്രങ്ങൾ പോലും പൊട്ടിപ്പോയിട്ടില്ല, അതും ഇപ്പോൾ ബാക്കിയുണ്ട്. ഇതെല്ലാം പുതുമയോടുകൂടി നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ദീനിലേക്ക് വലാലത്തിന്റെ വാതിൽ തുറക്കുകയാണോ? എന്താ അവിടെ വലാലത്ത്? സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് വലാലത്ത? അല്ലാഹു വലാലത്ത അല്ല. പക്ഷേ അവിടെ ഒരാളുടെ നേതൃത്വത്തിൽ ഇരുന്ന് ഒരു മജ്ലിസ് പ്രത്യേകം സമയം തയ്യാറാക്കി എന്നിട്ട് എന്ത് ചെയ്യാണ്, ഈ രീതി കൊണ്ടുനടന്നു. ആ രീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതല്ല. കാരണം അതിന് പ്രത്യേകം പുണ്യം. അതാണ് ആരിഫീങ്ങളും സയ്യിദന്മാരും തങ്ങന്മാരും ഒരുമിച്ച് കൂടുന്ന ദിക്റിന്റെ മജ്ലിസ്. എന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവുക. അങ്ങനെ 27 രാവിലെ സലാത്ത് മജ്ലിസ്, എന്നിട്ട് പള്ളിയിൽ എത്തിക്കാതിരിക്കുന്ന ഒരു വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ എന്താ കാരണം? അവിടെ സ്വർഗത്തിന്റെ ഭൂമിയാണ്. അവിടെ കുറച്ചേരം ഇരുന്നാൽ സ്വർഗം കിട്ടും. അവിടെ നമ്മൾ സമയം ചെലവഴിച്ചാൽ നമുക്ക് ടിക്കറ്റ് ഓക്കെ ആവും. ഇങ്ങനെയുള്ള പ്രത്യേക വണ്ണവും എണ്ണവും നിശ്ചയിച്ച് കൂലി ഓഫർ ചെയ്ത് ദീനിലേക്ക് തുന്നിച്ചേർക്കുന്ന ദീനിന്റെ രൂപത്തിൽ കടന്നു വരുന്ന കോത്താമ്പിയാണ് വിദാത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ മനസ്സിലായില്ലേ? കാണാൻ നല്ല ചൊർക്കുണ്ടാവും, പക്ഷെ അഡ്രസ് ഉണ്ടാവൂല. അഡ്രസ് ഇല്ലാതെ കത്തയച്ചാൽ നമുക്ക് ഉദ്ദേശ സ്ഥാനത്ത് എത്തുമോ മുഅ്മിനീങ്ങളെ? ഫ്രം അഡ്രസ് ഉണ്ട്, പക്ഷെ ടു അഡ്രസ് ഇല്ല. എന്താ ചെയ്യാ? പോസ്റ്റ്മാൻ തിരിച്ചു കിടറ കൊണ്ടുവരും. നമ്മൾ ചൂടായിട്ട് കാര്യമില്ല. എന്താ കാരണം? എത്രയെങ്കിൽ അഡ്രസ് വേണം. അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിൽ പോണോ എങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിച്ചെന്ന ദീന്, സ്വഹാബത്ത് അംഗീകരിച്ചെന്ന ദീന്, ആ ദീനിൽ ഇസ്ലാമിൽ ഇല്ലാത്തത് പിൽക്കാലത്ത് കടന്നുകൂടിയത് ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് നമ്മുടെ അമലുകൾ ബാത്തിലാകുമെന്ന് മാത്രമല്ല, നാളെ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ശറിൽ മുക്കിക്കൊടുക്കുന്ന ഹൗദുൽ കൗസർ എന്ന പാനീയം വരെ തടയപ്പെടുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും.
ഒരു വിഭാഗം ആളുകൾ മഹ്ശറിൽ വെള്ളം കിട്ടാതെ ഇങ്ങനെ മാറി നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാടി വിളിക്കുന്ന ആ സമയത്ത് സുമ്മ യുഹാലി ബൈനി വബൈനഹും, എനിക്കും അവർക്കുമിടയിൽ അല്ലാഹു ഒരു മറയിടും. ആ സമയത്ത് ഫയഖൂലു, അല്ലാഹുവോട് പറയും, ഇന്നഹും മിന്നി, അവൻ എന്റെ ഉമ്മത്ത്, ഇങ്ങോട്ട് വിട് അല്ലാഹ്, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കട്ടെ. അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, താങ്കൾക്ക് ശേഷം ഈ ദീനിൽ എന്താണ് അവർ കൊണ്ടുവന്നതെന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല. ബിദ്അത്തിന്റെ അഹ്ലുകാരാണ്. അവർക്ക് ഔദുൽ കൗസർ ഹറാമാണ്, മംനൂആണ്, തടയപ്പെട്ടതാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആ ബിദ്അത്തിന്റെ അഹ്ലുകാരെ നോക്കിക്കൊണ്ട് പറയുമത്രേ, സുഹ്കം വസുഹ്കാ ലിമൻ ഗയ്യറ ബഅദി, എന്റെ കാലശേഷം ദീനിനെ മാറ്റിമറിച്ചവരെ നിങ്ങൾക്ക് വിദൂരം വിദൂരം. അപ്പോ നാളെ സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, അർശിലിന് തണൽ ലഭിക്കുകയില്ല, ഔദുൽ കൗസർ കിട്ടുകയില്ല, ഹബീബിന്റെ ശഫാഅത്ത് പോലും കിട്ടുകയില്ല. എന്നാ പണ്ഡിതന്മാര് മുഴുവൻ പറഞ്ഞു കൊടുക്കണതോ ഇത് വലിയ പുണ്യകർമ്മമാണ്. അപ്പൊ അഡ്രസ് ഇല്ലാത്ത പിൽക്കാലത്ത് കടന്നുകൂടിയ വിദഅത്താകുന്ന ആചാരങ്ങളെ പുണ്യമാണെന്ന് വിചാരിച്ച് നാം സമയവും പണവും ആയുസ്സും ചെലവഴിച്ചാൽ ഹസ്രത്ത് ദുനിയ വൽ ആഖിറ, നാളെ ആഖിറത്തും ദുനിയാവിൽ നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ ആത്മാർത്ഥമായി പിൻപറ്റിക്കൊണ്ട് ആ രൂപത്തിൽ ജീവനക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച ജീവിതം, പിന്നെ അതിനുവേണ്ടി സാക്ഷിയാക്കിയ സ്വഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله وسلم على خير خلقه وعلى آله وصحبه أجمعين. أما بعد، اتقوا الله عباد الله، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ, അവന്റെ വിധിവിലക്കുകളെ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ നമുക്ക് പഠിപ്പിച്ചെന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ ഒരിക്കൽ പോലും അല്ലാഹു തൃപ്തിപ്പെട്ട സ്വഹാബത്തോ താബീങ്ങളോ തബഅ താബീങ്ങളോ ഒന്നുകൂടെ അതിൽ പെട്ടതെങ്കിലും കൂട്ടി പറഞ്ഞാൽ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളോ പോലും ജീവിതത്തിൽ അനുഷ്ഠിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഈ റബീഉൽ അവ്വൽ 1 മുതൽ 30 ദിവസം വരെയും നമ്മുടെ നാടുകളിൽ, പള്ളികളിൽ മദ്ഹുർ റസൂൽ, ഹുബ്ബുർ റസൂൽ എന്ന പേരിൽ നടന്നു വരുന്ന ഈ ജന്മദിനാഘോഷവും ഈ കാട്ടിക്കൂട്ടലും. ഇത് എന്നു മുതലാണ് ദീനിലേക്ക് കടന്നു വന്നത് എന്ന് പരിശോധിക്കുവാൻ നമ്മൾ ഏതെങ്കിലുമൊക്കെ സലഫികളുടെ കിതാബുകൾ വായിച്ചാൽ ആളുകൾക്ക് അത് സ്വീകരിക്കേണ്ട ബാധ്യതയില്ല. അല്ലെങ്കിൽ ഏതൊരു പ്രസ്ഥാനത്തിന്റെ പുസ്തകം വായിച്ചാൽ അതൊക്കെ തള്ളിക്കളയാണ്. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅത്തിനെ അംഗീകരിക്കുന്ന, ഷാഫി മദ്ഹബിനെ അംഗീകരിക്കുന്ന ആളുകൾ ആ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളെ തള്ളിക്കളയാൻ പറ്റുമോ? പറ്റില്ല. എങ്കിൽ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅയിൽപ്പെട്ട മദ്ഹബിലെ പണ്ഡിതന്മാർ, ഉലമാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഹാഫിളുദ് ദുനിയ ഇബ്നു ഹജർ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടല്ലോ, അദ്ദേഹത്തെ പറ്റി ഇമാം സുയൂത്തി തന്നെ ഏതാ പറയുന്ന അദ്ദേഹത്തിന്റെ ഉദ്ധരണിയെ എടുത്തുദ്ധരിച്ചുകൊണ്ട്, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദിന്റെ അസ്ല് തന്നെ ബിദ്അത്താണ്, ബിദ്അത്താണ്. ലൻ തുഖ്ബൽ അഹദൻ മിനസ് സലഫുസ് സാലിഹ് മിനൽ ഖുറൂനിസ് സലാസ, ഉത്തമനെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ പറഞ്ഞ 3 തലമുറയിലും ഇങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. ഇബ്നു ഹജർ അസ്കലാനി അദ്ദേഹത്തെ തട്ടാൻ ഷാഫി മദ്ഹബുകാർക്ക് പറ്റില്ല. ഇമാം സുയൂത്തി എന്നത് ഷാഫി മദ്ഹബിൽ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊടുത്ത ഉദ്ധരണിയാണ്. അപ്പൊ ഒരിക്കലും ഇത് തട്ടാൻ കഴിയില്ല. എന്താ പറഞ്ഞത്? ഇത് ഉത്തമനെന്ന റസൂലിന്റെ നാവിലൂടെ പറഞ്ഞ സ്വഹാബത്തിൽ താബീങ്ങൾ, തബഅ താബീങ്ങൾ എന്ന് പറഞ്ഞ 300 നൂറ്റാണ്ട് ഹബീബിന്റെ വഫാത്തിന് ശേഷമുള്ള 3 തലമുറ, ആ തലമുറയിൽ ഇല്ല, അതിനുശേഷം കടന്നു വന്നതാണ്. ഇനി പള്ളി ദർസിൽ ഓതുന്ന മറ്റൊരു കിതാബാണ് ഇആനത്തുൽ ത്വാലിബീൻ. അത് സയ്യിദ് ബക്കരി എന്ന പണ്ഡിതൻ എഴുതിയതാണ്. ആ സയ്യിദ് ബക്കരി എന്ന പണ്ഡിതൻ എഴുതിയ ഇആനത്തുൽ ത്വാലിബീൻ സഖാവി എന്ന ഹോജ പറയുന്ന ഒരു ഉദ്ധരണി എടുത്തു കൊടുക്കുന്നുണ്ട്. അതിൽ കാണാം, ഖാല സഖാവി, സഖാവി എന്ന പണ്ഡിതൻ പറയുന്നു, ഇന്ന അമലൽ മൗലിദി,
തീർച്ചയായും ഈ മൗലിദ് എന്ന് പറയുന്ന സമ്പ്രദായം ഹദസ ബഅദൽ ഖുറൂനി സലാസ്, ഉത്തമരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഹദസ, ഒരു മാതൃകയുമില്ലാതെ കടന്നു വന്നതാണ്. ഉണ്ടോ? ഒരു മാതൃകയുമില്ലാതെ കടന്നു വന്നതാണ്. എന്നാലോചിച്ചോ നിങ്ങള്. അപ്പൊ ഉത്തമരെന്ന് അള്ളാന്റെ ഹബീബിന്റെ പരിശുദ്ധ നാവ് കൊണ്ട് പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, എന്റെ സമൂഹത്തിലെ ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്നോടൊപ്പം ജീവിച്ച സ്വഹാബ, പിന്നെ അതിനടുത്ത നൂറ്റാണ്ട് അഥവാ താബിഈങ്ങൾ, പിന്നെ അതിനടുത്ത നൂറ്റാണ്ട് തബഅ താബിഈങ്ങൾ. ഈ 3 നൂറ്റാണ്ടിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സർട്ടിഫിക്കറ്റ് നൽകിയത്. ആ കാലഘട്ടത്തിന് ശേഷം വന്നതാണ് എന്ന് സയ്യിദ് ബക്കരി ഇആനത്തുൽ താലിബീൻ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നു. മാത്രമല്ല ഇത് ആദ്യമായി കൊണ്ടുവന്ന ഈ സമ്പ്രദായം കൊണ്ടുവന്നത് ഈ മലിക്കുൽ മുളഫർ എന്ന ഈജിപ്ത് ഭരിച്ച മുളഫർ രാജാവിന്റെ കാലഘട്ടത്തിലാണ്. ഉണ്ടോ? മുളഫർ എന്ന രാജാവാണ് ഇത് ഒരു ആഘോഷ സമ്പ്രദായമായി ആദ്യം കൊണ്ടുവന്നത്. ആരാ മുളഫർ? അദ്ദേഹം ഈജിപ്ത് ഭരിച്ചിരുന്ന ഒരു ഷിയാ സ്വാധീനമുള്ള ഒരു സൂഫി വര്യനാണ്. സൂഫികളോട് താല്പര്യമുള്ള ഭരണാധികാരിയാണ് അദ്ദേഹം. ഷിയാക്കളോട് താല്പര്യമുള്ള ഭരണാധികാരിയാണ്. അതുകൊണ്ടാണ് ഈ മൗലിദിന്റെ സമ്പ്രദായത്തെ കുറിച്ച് ഇതേ കിതാബിൽ തന്നെ കാണാം. ഹാഫിദ് ഇബ്നു ദഹിയാൻ എന്ന് പറയുന്ന ഒരു സൂഫി, അദ്ദേഹം തൻവീർ ഫീ മൗലിദിൽ ബശർ എന്ന ഒരു മൗലിദ് കിതാബ് ആദ്യം ഉണ്ടാക്കി എന്ത് ചെയ്തു? ഈ മുളഫർ രാജാവിന്റെ താല്പര്യപ്രകാരം അവിടെ കൊണ്ടുവന്നു എന്നാണ്. ഇതുകൊണ്ടാണ് നമ്മളെ പള്ളി ദർസിലൊക്കെ മൂലിയാരുട്ടിയാള് പൊതുവെ പാടി വകല് പറഞ്ഞ് പിന്നെ ഒരു മഹീഷത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാട്ട് കിതാബാണ് അൽ മവാഹിബുൽ ജലിയ. അത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വായിൽ എന്നറിയപ്പെടുന്ന തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ കാണാം ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷത്തെ ന്യായീകരിച്ച് എഴുതിയ ഗ്രന്ഥമാണ്. പക്ഷേ എത്ര ന്യായീകരിച്ച് എഴുതിയാലും പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ എന്തൊരു കുറ്റകൃത്യം ഒരാൾ ചെയ്താലും ഈ CBIന്റെ ആൾക്കാർ പറയുന്നത് ഓർക്ക് തെളിയിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവിട്ടിട്ടാ കള്ളം പോവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിനൊക്കെ ന്യായീകരിച്ച ആളാണ് ആര്? തഴവ മുഹമ്മദ് മുസ്ലിയാർ. പക്ഷെ അദ്ദേഹം പോലെ ആ കിതാബിൽ പറഞ്ഞു എന്ത്? മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാം, ഹിറബുൽ ഭരിച്ചവനാണ് വന്തർമിഷ്ടന, മൗലിദ് കഴിക്കുന്നന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, കൂടാതെ സൂഫികൾ ചേരുമേ അതിൽ വന്ന്. ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലീദ് കഴിക്കാനെന്ന. അപ്പൊ 5000 കോഴി 10,000 ഹലുവകളും ഒക്കെ ഗംഭീരമായി ഒരുക്കി വലിയ ഒരു സദസ്സുണ്ടാക്കി അങ്ങനെ സ്വർണ്ണ നാണയങ്ങളൊക്കെ സമ്മാനമായി കൊടുത്ത് ഗംഭീരമായി റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കും. ആര്? സിദ്ദീഖ് അക്ബർ തങ്ങളെ എന്നല്ല, ഉമർ ഖത്താബ് തങ്ങൾ എന്നല്ല, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്നല്ല, അലിയാ തങ്ങൾ എന്നല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്നല്ല, ഖദീജ ബീവി എന്നല്ല, അതേപോലെ ഇമാം ഷാഫി എന്നല്ല, മറിച്ച് ആര്? മുളഫർ രാജാവിന്റെ കാലത്ത്. ആർക്ക് വേണം സഹോദരങ്ങളെ ഈ തെളിവ്? അതുകൊണ്ടാണ് ഇതൊക്കെ പാടിയ അയാള് അതിന്റെ അവസാനത്തിൽ അറിയാതെ ആ സത്യം വിളിച്ചു പറഞ്ഞു. എന്ത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ, എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കുക എന്ന സമ്പ്രദായം റസൂലിന്റെ സ്വഹാബത്തിലോ താബിഈങ്ങളോ തബഅ താബിഈങ്ങളോ ഇല്ല. അത് സീറത്തുൽ ഹൽബിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഖാവി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ ആദ്യം വായിച്ച ഇബാറത്ത്. സഖാബി പറയുന്നു ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി 3 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇതിലേക്ക് കടന്നു വന്നതാണ് ഈ മൗലിദ്. അതിന്റെ അസ്ൽ തന്നെ ബിദ്അത്താണ്. ഇനി ഇമാം താജുദ്ദീൻ അൽ ഫാഖിഹാനി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തോട് ജനങ്ങൾ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഈ തർക്കമുണ്ടായപ്പോ ചോദിച്ചു, എന്താണ് ഷെയ്ഖേ, ഞങ്ങളുടെ നാട്ടിൽ കുറെ ആൾക്കാർ പറയുന്നു, ഒരു വിഭാഗം പറയുന്നു ഇത് സുന്നത്താണ്, മറ്റൊരു ഭാഗം ബിദ്അത്താണ്. അദ്ദേഹം അതിനെ കുറിച്ച് മറുപടി എന്താണോ? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന ولا ينقل العمل عن أحد من العلماء الأمة الذين هم القدوة الدين المتمسكين بآثار المتقدمين بل هو بدعة أحدثها البطالون وشهوة نفس اعتنى بها الأكالون. എനിക്കൊരിക്കലും അറിയില്ല ഈ മൗലിദ് എന്ന സമ്പ്രദായം
ഖുർആനിലോ സുന്നത്തിലോ ഉള്ളതായിട്ട് അതിലുള്ളതായിട്ട് എനിക്കറിയില്ല. ഇത് സ്വഹാബത്തിലോ താബിങ്ങളിലോ തബഅ താബിങ്ങളിലോ അഇമ്മത്തുൽ അർബഅ എന്ന ഇമാമിങ്ങളിലോ ഉള്ളതായി ലാ ഇൽമു ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബൽഹുവ ബിദ്അ, ഇത് സാക്ഷാൽ പുത്തനാചാരമാണ്. അഹദസൽ ബത്താനൂന, ഇത് അഹ്ലുസുന്നയുടെ ശത്രുക്കളായ ബാത്തിലിന്റെ കക്ഷികളായ ഷിയാക്കൾ കൊണ്ടുവന്നതാണ്. ഈ അഖനാബിയൽ അക്കാനൂന, വയറിനോട് പ്രിയമുള്ള ഭക്ഷണപ്രിയന്മാരായ ശാപ്പാട്ട് രാമന്മാർ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് മാത്രമല്ല, മഹ്ശറിൽ വെച്ച് അല്ലാഹു തആല എന്നോട് ഈ വിഷയത്തിൽ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഒന്നുകിൽ ഹറാമും അല്ലെങ്കിൽ ഔ മക്റൂഹ, ഇതൊന്നുകിൽ നിഷിദ്ധം അല്ലെങ്കിൽ വെറുക്കപ്പെട്ടത്. സുന്നത്താന്ന് പറഞ്ഞില്ല, ജായിസാന്ന് പറഞ്ഞില്ല, മുസ്തഹബാന്ന് പറഞ്ഞില്ല, ബിദഅത്തുൽ ഹസനത്താന്ന് പോലും പറഞ്ഞില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇങ്ങനെ പിൻബലമില്ലാത്ത ഈ കാര്യത്തിന് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത്, ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്ത്, സ്വഹാബത്തിന്റെ ചരിത്രം വളച്ചൊടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ റബീഉൽ അവ്വൽ ആഘോഷവും ഇതുമായി ബന്ധപ്പെട്ട മൗലിദ് മദ്ഹുകളും ഇൻഷാ അല്ലാഹ് എത്ര അപകടകരമാണ് എന്നും അതിലടങ്ങിയിട്ടുള്ള ശുദ്ധകൃതികളിലെ വരികൾ എന്തൊക്കെയാണെന്നും ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് വിശദമായി പറഞ്ഞുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല യഥാർത്ഥ പ്രവാചക സ്നേഹം പ്രമാണങ്ങളിലൂടെ മനസ്സിലാക്കാനും അനാചാരങ്ങൾ കൈവയ്ക്കാനും തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഹദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين والحمد لله رب العالمين. السلام